ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു KP's Tech. നമ്മൾ കുറേ വീഡിയോകളിലായിട്ട് പവർ ക്വറി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഈ പവർ ക്വറി വീഡിയോ ഇതുവരെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പവർ ക്വറിയെ കുറിച്ചുള്ള വീഡിയോകൾ കാണാൻ സാധിക്കും. ഇനി നമ്മൾ പവർ പിവോട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഈ പവർ പിവോട്ടിൻ്റെ അഡ്വാൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം പിവോട്ട് ടേബിൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഈ പവർ പിവോട്ടിലേക്ക് നേരിട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് പിവോട്ട് ടേബിൾ എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പവർ പിവോട്ടിലേക്ക് പോകാം. ഈ പിവോട്ട് ടേബിൾ എന്തിനുപയോഗിക്കുന്നു എന്നാണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് മാത്രമല്ലേ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു പിവോട്ട് ടേബിൾ കൊണ്ട് നമുക്ക് എന്താണ് യൂസ് എന്ന് നോക്കാം. ഞാനൊരു സെറ്റ് ഡാറ്റ ഇവിടെ നിന്ന് എടുക്കുന്നു. ഇതൊരു കമ്പനിയുടെ ഡാറ്റയാണ്. 10,000 റെക്കോർഡുണ്ട്. ആ കമ്പനിയുടെ ഡെയിലി ഡീറ്റെയിൽസ് വെച്ച് അവർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സലിലോ അവരുടെ മറ്റേതെങ്കിലും പ്രോഗ്രാമിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത ഡാറ്റ എന്ത് തന്നെ ആവാം. ഇത് 10,000 റെക്കോർഡുണ്ട്. ഇപ്പോൾ അത് ഇതിനൊരു ഓർഡർ ID ഉണ്ട്. ആ കമ്പനി ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ഓർഡർ ഡേറ്റ് ഉണ്ട്, കസ്റ്റമർ ID ഉണ്ട്. അവർ സപ്ലൈ ചെയ്യുന്ന ഏതൊക്കെ കസ്റ്റമറിനാണ് കൊടുക്കുന്നത് ആ കസ്റ്റമറിന് ഒരു ID ഉണ്ട്, കസ്റ്റമറിൻ്റെ നെയിം ഉണ്ട്, സിറ്റി ഉണ്ട്, ആ സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലേക്കാണ് ഡെലിവറി, അതിൻ്റെ റീജിയൻ, അതിൻ്റെ കാറ്റഗറി എന്ത് പ്രോഡക്റ്റാണ്, അതിൻ്റെ സബ് കാറ്റഗറി, സെയിൽ ക്വാണ്ടിറ്റി, അതിൻ്റെ പ്രോഫിറ്റ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവർക്ക് അവരുടെ എക്സൽ ഫയലിലുള്ളത്. ഇത് മാനുവലായിട്ട് ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ നിന്നും അവരുടെ ഒരു അക്കൗണ്ടിങ് പ്രോഗ്രാമിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ച ഒരു ഡീറ്റെയിലോ ആവും. ഇത് നമുക്ക് അനലൈസ് ചെയ്യണം. എനിക്ക് ഇപ്പോൾ അറിയണം, ഇത് കുറേ റീജിയനിലേക്ക് വിറ്റിട്ടുണ്ട്. സൗത്ത് ഉണ്ട്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെ കുറേ റീജിയൻ ഉണ്ട്. ഈ വെസ്റ്റ് മാത്രം എത്ര ടോട്ടൽ എമൗണ്ട് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഒരു ഫോർമുലയും അറിയാത്തവർക്കും എക്സലിനെ പറ്റി കൂടുതലൊന്നും അറിയാത്ത ഏതൊരാൾക്കും നിമിഷങ്ങൾക്കുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു ടേബിൾ സിസ്റ്റമാണ് ഈ പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ 10,000 റെക്കോർഡുണ്ട്. എനിക്കിതിൽ വെസ്റ്റിലെ ടോട്ടൽ മാത്രം എടുക്കണം. സെക്കൻഡിനുള്ളിൽ നമുക്കിത് സാധിക്കുന്നു. ഇത് റീജിയൻ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. അതിലെ പ്രോഫിറ്റ് സെലക്ട് ചെയ്തു. എനിക്ക് ഓരോ റീജിയൻ സെൻട്രൽ, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഇപ്പോൾ എനിക്ക് വെസ്റ്റിൻ്റെ ആണെങ്കിൽ ഇത് വെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കുന്നു. ഇതാണ് വെസ്റ്റിൻ്റെ ടോട്ടൽ. ഈസ്റ്റിൻ്റെ മൊത്തം പ്രോഫിറ്റ് ഇത്രയാണ്. ജസ്റ്റ് ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ വളരെ ഈസി ആയിട്ട് ഒരു ഫോർമുലയും അപ്ലൈ ചെയ്യാതെ നമുക്ക് ഇത് സാധ്യമാകുന്നു. ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള എങ്ങനെയെല്ലാം അനലൈസ് ചെയ്യാം. ഇതിലൊരു കസ്റ്റമറിൻ്റെ മാത്രം, ആ കസ്റ്റമറിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ മാത്രം. ഇതിപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഡാറ്റയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കമ്പനി എന്താണോ, നിങ്ങളൊരു സ്റ്റേഷനറി ഷോപ്പാണോ, അതല്ലെങ്കിൽ വേറെ മറ്റുള്ള എന്ത് തന്നെ സെയിലാണോ, അതല്ലെങ്കിൽ ഒരു സ്കൂളാണെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ്, അവരുടെ ഫിസിക്സിൻ്റെ മാർക്ക്, മാത്സിൻ്റെ മാർക്ക്, ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഓരോ ഡിവിഷനിലെ സ്റ്റുഡൻസിൻ്റെ മാർക്കുകൾ നമ്മൾ ഇതിൽ കമ്പൈൻ ചെയ്ത് ഏത് ക്ലാസ്സിലെ ഏത് സ്റ്റുഡൻറ്റിന് ടോപ്പ് റാങ്ക് കിട്ടി എന്നെല്ലാം നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാൻ കഴിയും. അത് നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ എന്താണോ അത് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ഇതിന് പ്രത്യേക ഡാറ്റ വേണമെന്നൊന്നുമില്ല. ഏത് ടൈപ്പിലുള്ള ഡാറ്റയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഡാറ്റ വെച്ച് നമുക്ക് ഇത് ചെയ്യാം. ഇത് ഏത് ഒരു സാധാരണക്കാരനും ചെയ്യാൻ കഴിയും. എക്സലിനെ കുറിച്ച് വളരെയധികം അറിയൊന്നും വേണ്ട, പക്ഷേ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ഒന്നും അറിയാത്തവർക്കും ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇത് ഇന്ന കാറ്റഗറി ആളുകൾക്ക് മാത്രമേ, എക്സലിലെ കൂടുതൽ അറിവുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നൊന്നുമില്ല. എൻ്റെ എയിം ഇത് ഏതൊരു സാധാരണക്കാരനും ഇത് ചെയ്യാൻ കഴിയണം. ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയും. അപ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് അറിയാവുന്ന ആളുകൾക്ക് ഇത് ബോറടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്.
നമുക്ക് ഇങ്ങനെ ഒരു ഡാറ്റ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്നും ഒരു പിവോട്ട് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പിവോട്ട് ടേബിളിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമുക്ക് അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകാം. ഒരു വീഡിയോ ആയാൽ അത് വളരെ ലെങ്തി ആവും, അത് കൂടുതൽ ആളുകൾക്കും ബുദ്ധിമുട്ടായിരിക്കും വൺ ടൈം അത് വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പായിട്ട് പോകാം. ഓരോ വീഡിയോകൾ അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകുന്ന വീഡിയോകൾ വരും. ഫസ്റ്റ് നമുക്ക് ഒരു പിവോട്ട് ടേബിൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കാം. ഇതാണ് ഡാറ്റ. ഇതിൽ നമുക്ക് 3 രീതി ഞാൻ പറയാം. ഈ ഡാറ്റയുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സെല്ലിൽ വെച്ചു നമ്മളൊരു 2 സെല്ല് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലൊരു ക്വിക്ക് അനലൈസ് എന്ന് കാണും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടേബിൾ എന്നുണ്ട്. ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പിവോട്ട് ടേബിൾ, നമുക്ക് ഈ ഡാറ്റ ഈ കാണുന്ന ഇവരെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്ന ഈ രൂപത്തിലുള്ള ഒരു പിവോട്ട് ടേബിൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ റേഞ്ചും ഇതൊന്നും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ സം റോ ലേബൽ, സം പ്രോഫിറ്റ് ആ രൂപത്തിൽ, പിന്നെ ഇവിടെ റോ ലേബൽ സം സെയില്, റോ ലേബൽ സം ഓഫ് സെയില്, ഇവിടെ ഫർണിച്ചർ സപ്ലൈസ് അങ്ങനെ സെപ്പറേറ്റ് കാണിക്കുന്നു. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിവോട്ട് ടേബിൾ ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യാം. മറ്റൊരു രീതി ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റെക്കമെൻഡഡ് പിവോട്ട് ടേബിൾസ് എന്ന് കാണും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ അവർ റെക്കമെൻഡ് ചെയ്യുന്ന പിവോട്ട് ടേബിൾ ലിസ്റ്റാണ്. ഇതിൽ നമുക്ക് അവർ ഓട്ടോമാറ്റിക്കായിട്ട് എക്സൽ റെക്കമെൻഡ് ചെയ്യുന്ന കുറേ പിവോട്ട് ടേബിൾസ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ആ ടേബിളിൻ്റെ ഫോർമാറ്റ് ഏത് രൂപത്തിലാണെന്നുള്ളത്. സം ഓഫ് പ്രോഫിറ്റ് ഇങ്ങനെ കുറേ നമുക്ക് കാണാം. ഇത് ഇപ്പോൾ റീജിയൻ വൈസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ റീജിയൻ ഓട്ടോമാറ്റിക് ആയിട്ടാണ് അത്. ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെൻട്രൽ, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒന്നും ഒരു റേഞ്ചും സ്പെസിഫൈ ചെയ്യാതെ നമുക്ക് ഒരു പിവോട്ട് ടേബിൾ കിട്ടിയിരിക്കുന്നു. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. പക്ഷേ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിവോട്ട് ടേബിൾ ഉണ്ടാക്കണം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓട്ടോമാറ്റിക് ഉള്ളത് ഈസി ആയിട്ട് ചെയ്യാമെന്ന് മാത്രം. പക്ഷെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അറിയണം ഏതൊക്കെ ഡാറ്റയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. നമ്മളുടെ ഈ ടേബിൾ ഫുള്ള് വേണം. അപ്പോൾ അതിൻ്റെ റേഞ്ച് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇത് 10,000 റെക്കോർഡ്സ് ഉണ്ട്. നമ്മുടെ മെനുവിൽ ഇൻസേർട്ട് കാണും. ഇൻസേർട്ടിൽ ഇവിടെ പിവോട്ട് ടേബിൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് 365 ആണ്. ഡിഫറെൻറ്റ് വേർഷൻ എക്സലിലെ മെനുവിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നോക്കി മനസ്സിലാക്കുക. ഞാൻ ഓരോ വേർഷൻ്റെയും കാര്യങ്ങൾ എടുത്തു പറയുന്നില്ല. ഇൻസേർട്ടിൽ പിവോട്ട് ടേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു ക്രിയേറ്റ് പിവോട്ട് ടേബിൾ എന്ന് കാണും. സെലക്ട് എ ടേബിൾ ഓർ റേഞ്ച്. ഇത് ഒന്നുകിൽ ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു റേഞ്ചോ. ടേബിൾ ഇപ്പോൾ റേഞ്ച് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഈ സെല്ലിനുള്ളിൽ നമ്മൾ ഇവിടെയാണ് സെല്ല് വെച്ചിട്ടുള്ളതെങ്കിൽ ഇൻസേർട്ട് പിവോട്ട് ടേബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ റേഞ്ച് ഒന്നും കാണിക്കില്ല. പക്ഷേ ഈ ഡാറ്റ എവിടെയാണോ ഉള്ളത് അതിനുള്ളിൽ നമ്മൾ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇൻസേർട്ട് പിവോട്ട് ടേബിൾ എന്ന് കൊടുക്കുന്നെങ്കിൽ ഇവിടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഈ 10,000 റെക്കോർഡ് ആണെന്നുള്ളത്. അത് A1 മുതൽ M എന്ന് പറയുന്ന ലാസ്റ്റ് കോളം അതിൽ 10,001 വരെയുള്ള ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ഇതല്ല, അത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇത് ഇവിടെ ഈ അപ്പ് ആരോ കീയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് തന്നെ ഇവിടെ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ ചെയ്താൽ ഇവിടെ നമുക്ക് ആ റേഞ്ച് കാണാം. അപ്പം ഈ റേഞ്ച് ഫുള്ള് സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് തെറ്റായി പോകും. ഡാറ്റ ഫുള്ള് സെലക്ട് ചെയ്യണം. ഇവിടെ യൂസ് ആൻ എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സ്. നമുക്ക് ഈ എക്സലിലുള്ളതല്ലാതെ എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സും ചൂസ് എ കണക്ഷൻസ് നമുക്ക്
ഡിഫറെൻ്റ് വർക്ക് ബുക്കിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ഡാറ്റ കൊണ്ടുവരാം. ഈ സെയിം എക്സൽ ഷീറ്റിൽ നിന്നും എങ്ങനെ ഡാറ്റ ഇതിലേക്ക് ലോഡ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. നമ്മൾ സെലക്ട് എ ടേബിൾ ഓർ റേഞ്ച്. നമ്മൾ ഈ റേഞ്ച് സെലക്ട് ചെയ്തു. ഈ റേഞ്ചും ടേബിളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത ഇതൊരു ടേബിൾ. ഈ ഡാറ്റയെ തന്നെ നമ്മളൊരു ടേബിൾ ആക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പിവോട്ട് ടേബിളിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 10,000 ഡാറ്റ നമ്മൾ ഈ പിവോട്ട് ടേബിളിലേക്ക് ഒരു റേഞ്ച് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മളിവിടെ നെക്സ്റ്റ് 10,001 എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ഈ എക്സൽ ഫയലിൽ ആഡ് ചെയ്താൽ ആ ഡാറ്റ ആ പിവോട്ട് ടേബിളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമ്മൾ റേഞ്ച് എല്ലാം മാറ്റി കൊടുക്കണം. നേരെ മറിച്ച് നമ്മൾ ഇതൊരു ടേബിൾ ആക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന് താഴെ നമ്മൾ ആഡ് ചെയ്യുന്നതെല്ലാം നമ്മളുടെ പിവോട്ട് ടേബിളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ അത് ആഡായി വരും. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇതെങ്ങനെ ഒരു ടേബിൾ ആക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടേബിൾ ബട്ടൺ ഉണ്ട്. ഈ ടേബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് A1 to 10,001 ഡാറ്റ ഐഡന്റിഫൈ ചെയ്തു. ടേബിൾ ഹാസ് ഹെഡേഴ്സ്. ഈ ടേബിളിന് ഒരു ഹെഡർ ഉണ്ട്. അതായത് ഫസ്റ്റ് റോ കാണുന്നത് അതിൻ്റെ ഹെഡറാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇത് ഹെഡർ ഇല്ല എന്ന് പറയുന്നെങ്കിൽ ഇത് അൺചെക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ഡാറ്റയ്ക്ക് ഒരു ഹെഡർ ഉണ്ട്. ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എല്ലാം മാറി. ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് ഇത് മാറിയിരിക്കുന്നു. നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഈ കോർണറിൽ ഇവിടെ എത്ര ഡാറ്റ സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഈ റേഞ്ച് മാറ്റാൻ പോവാണ്. ഇവിടെയാണ് ഈ ആരോ ഇങ്ങനെ സെലക്ട് ചെയ്തത് കാണുന്നത് എങ്കിൽ നമ്മളത് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവന്ന ആ ഫുൾ റേഞ്ചും നമ്മൾ സെലക്ട് ചെയ്തതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഫുള്ളും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഡാറ്റ ഒരു ടേബിളാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും ഈ ടേബിളാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻസേർട്ട് പിവോട്ട് ടേബിൾ നമ്മൾ സെലക്ട് ടേബിൾ ഓർ റേഞ്ച് ഉള്ളത് മാറി ഇവിടെ ടേബിൾ 1 എന്ന് കാണിക്കുന്നു. ഈ ടേബിളിൻ്റെ നെയിമാണ് ടേബിൾ 1. ഇവിടെ നമുക്ക് നെയിം കാണാം. ഇൻസേർട്ട് പിവോട്ട് ടേബിൾ. ഇപ്പോൾ നമുക്ക് ഇവിടെ ടേബിൾ 1 എന്നാണ് കാണിക്കുന്നത്. ആ റേഞ്ച് കാണിക്കുന്നില്ല. ഓൾറെഡി ഈ ടേബിൾ നമ്മൾ ഒരു റേഞ്ച് വെച്ച് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ആ ടേബിൾ 1 എന്നുള്ള പേരാണ് കാണിക്കുന്നത്. ഈ ടേബിളിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ടേബിൾ 1 എന്നാണ് കാണുന്നത്. അപ്പം നമ്മൾ സെലക്ട് ടേബിൾ ഓർ റേഞ്ച്, ആ ടേബിൾ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ചൂസ് വേർ യു വാണ്ട് ദ പിവോട്ട് ടേബിൾ റിപ്പോർട്ട് ടു ബി പ്ലേസ്ഡ്. എവിടേക്കാണ് നമുക്ക് ഈ പിവോട്ട് ടേബിൾ റിപ്പോർട്ട് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ന്യൂ വർക്ക്ഷീറ്റ്, ഒരു പുതിയ വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. ഒരു പുതിയ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നെക്സ്റ്റ് ഒരു ഷീറ്റ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഷീറ്റിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വരും. അതല്ല എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് അപ്പോൾ എവിടേക്ക്, ഇപ്പോൾ ഇതിൽ ഡാറ്റ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഭാഗത്തേക്കാണ് വരേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ സെല്ല് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ O7, ഈ ഓയിൽ 7 പൊസിഷനിലാണ് ഇപ്പോൾ ഡാറ്റ വരേണ്ടത് എന്നാണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഈ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിൽ O7 വരാൻ കൊടുക്കാം. ഇത് ആഡ് ദിസ് ഡാറ്റ ടു ദി ഡാറ്റ മോഡൽ. ഈ ഡാറ്റ മോഡലിലേക്ക് ആഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്, അത് നമ്മൾ നെക്സ്റ്റ് അഡ്വാൻസ് സ്റ്റേജിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിൽ ഓക്കെ കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ O7 ആണ് കൊടുത്തത്. ഈ O7ൽ ഇവിടെ ഇതുപോലെ ഒരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണും. ഇവിടെ ഒരു പിവോട്ട് ടേബിൾ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൈറ്റിൽ കാണും. ഇവിടെ ഇതുപോലെ ഒരു പിക്ചറും കാണും. നമുക്കൊരു ഇമേജ് ഇവിടേക്കാണ് നമ്മളുടെ ഡാറ്റ വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് താഴെ ഫിൽറ്റേഴ്സ്, കോളം, റോസ്, വാല്യൂസ്. നമുക്ക് കിട്ടേണ്ട റിപ്പോർട്ടിൻ്റെ റോ എന്ന് പറയുന്നത് ഇതുപോലെ ഇത് സ്റ്റേറ്റ്, റീജിയൻ, കാറ്റഗറി ഇതെല്ലാം പറയുന്നത് ഇതിൻ്റെ കോളംസ് ആണ്.
ഇവിടുന്ന് ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് ഇങ്ങോട്ട് പറയുന്നത് ഇതിൻ്റെ റോസ് ആണ്. അപ്പം ഇത് റോസും ഇത് കോളംസ്. അപ്പം നമുക്ക് ഈ കോളംസിൽ എന്തൊക്കെയാണോ വേണ്ടത്, റോസിൽ എന്തൊക്കെയാണോ വേണ്ടത്, അത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുന്നു. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ റീജിയൻ കണ്ടതുപോലെ ഈ റീജിയൻ നമുക്ക് ഫസ്റ്റ് റോയിലേക്ക് വരണം. അപ്പോൾ ഈ റീജിയൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടു ഈ റോയിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു റോ ക്രിയേറ്റ് ചെയ്തു. സെൻട്രൽ, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് എന്നെല്ലാം പറഞ്ഞ് ഓരോ റീജിയൻ്റെ നമ്മുടെ ഡാറ്റ ഇങ്ങോട്ട് ഇട്ടപ്പോൾ അതിൻ്റെ ഒരു സമ്മറൈസ് ചെയ്തിട്ട് ഇതിൽ എത്രയോ വെസ്റ്റ്, സൗത്ത്, ഇതിൻ്റെ എല്ലാം പല പേരുകൾ, എന്തൊക്കെ പേരുകളുണ്ടോ അത് യുണീക്കായിട്ടുള്ള പേരുകൾ. ഒരെണ്ണം 2 ടൈം അല്ലെങ്കിൽ 100 ടൈംസ് ഉണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യമേ കാണിക്കുള്ളൂ. എല്ലാം യുണീക്കായിട്ടുള്ള ഒരു ഐറ്റം മാത്രം ഇവിടെ കാണിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ വാല്യൂസിനൊരു കോളം ഉണ്ട്. ഈ വാല്യൂവിൽ നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽ, ഈ സെയിൽ ഇങ്ങോട്ട് ഇട്ടപ്പോൾ ഇവിടെ സെയിലും വന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ പഠിച്ചു. ഒരു പിവോട്ട് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഇനി നമ്മൾ ഈ പിവോട്ട് ടേബിൾ ഫീൽഡിൽ എവിടെയാണോ നമ്മുടെ റിപ്പോർട്ട് വരുന്നത് അവിടെ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പിവോട്ട് ടേബിൾ ഫീൽഡ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് ഡിസപ്പിയർ ആവും. നമ്മൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അവിടെ കാണിക്കുന്നു. ചില ആളുകൾക്കെല്ലാം ഇത് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞു, ഇത് കാണുന്നില്ല, എവിടെ ക്ലിക്ക് ചെയ്താൽ ഇനി കിട്ടുന്നു. ഈ ഫീൽഡിനുള്ളിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അപ്പിയറും ഡിസപ്പിയറും ആവും. ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ് ഫീൽഡ് ലിസ്റ്റ് എന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യും. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താലും അത് കാണിക്കില്ല. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വെച്ച് മൗസ് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഷോ ഫീൽഡ് ലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഫീൽഡ് ലിസ്റ്റ് നമുക്ക് വിസിബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ റീജിയനും സമ്മും മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്തുള്ളൂ. ഇനി എനിക്ക് ഇവിടെ കുറച്ച് കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറി ഈ കോളത്തിലേക്ക് ഇടണം. അപ്പം എന്ത് സംഭവിക്കുന്നു? ഈ കാറ്റഗറി ഇവിടെ വന്നു. ഓഫീസ് സപ്ലയേഴ്സ്, ടെക്നോളജി, ഇതിൻ്റെ എല്ലാം ഒരു ഗ്രാൻഡ് ടോട്ടലും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുന്നു. ഓരോ റീജിയൻ വന്നു. പിന്നെ ഇതിലെ ഫേർണിച്ചർ, ഓഫീസ് സപ്ലൈസ്, ടെക്നോളജി, ഈ സംഭവങ്ങളെല്ലാം ഇതിലെ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഈ കാറ്റഗറി ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ വീണ്ടും ഈ റോസിൽ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ഇതിന് താഴെയായിട്ട് വരും. റോസിലിടുമ്പോൾ കോളംസിലാകുമ്പോൾ ഈ കാറ്റഗറി അങ്ങോട്ട് മാറ്റുമ്പോൾ റൈറ്റ് സൈഡിലായി വരും. ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇതിന് അണ്ടറിൽ ഫേർണിച്ചർ, അത് ഓരോ റീജിയനിലും എത്ര സെയിലുണ്ടായി. ഓഫീസ് സപ്ലൈസ്, നമുക്കിങ്ങനെ ഈ രീതിയിലുള്ള ഒരു ടേബിള് ഇതിന് താഴെ കാറ്റഗറിക്ക് താഴെയായിട്ട് കാണാം. ഇനി എനിക്ക് ഇതിൽ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്യണം. ഞാൻ ഈ പ്രോഫിറ്റ് കൂടി എടുത്ത് ഇങ്ങോട്ട് ഇടുമ്പോൾ ഇവിടെ ഒരു അഡീഷണൽ കോളം വന്ന് പ്രോഫിറ്റ്, സെയില്, പ്രോഫിറ്റ്. ഇനി ഈ സ്റ്റേറ്റ് ഞാൻ ഇങ്ങോട്ടിടും. എനിക്ക് വേണമെങ്കിൽ ഈ സ്റ്റേറ്റ് എടുത്ത് ഫിൽറ്റേഴ്സിലിടാം. ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഫിൽറ്റേഴ്സിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഡീഷണൽ ഫിൽറ്ററാണ് കിട്ടുന്നത്. ഇവിടെ അത് വരുന്നു. നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇത്രയും സ്റ്റേറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇതിലിപ്പോൾ ഞാൻ മെറിലാൻഡ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മെറിലാൻഡിലെ സ്റ്റേറ്റിലേക്ക് എത്ര സെയിൽ നടന്നു എന്നുള്ളത് മാത്രം ഫിൽട്ടർ ചെയ്ത് വരുന്നു. ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാൻസാസ് ഓരോ സ്റ്റേറ്റിലേക്കും എത്ര സെയിൽ നടന്നു എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും. ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രം മതി. ഇതിപ്പോൾ ഓൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഓൾ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം വീണ്ടും ഡിസ്പ്ലേ ആവും. അതല്ല നമ്മൾ ഈ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാത്രമാണ് ഇവിടെ കാണുക. നമുക്ക് ഈ ഫിൽട്ടർ ഇത് ഫിൽട്ടറായി കിടക്കുന്നതിൻ്റെ ഈ പിക്ചറാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു
ഡൗൺ ആരോ കീ പോലെയാണ്. അപ്പോൾ ഇത് ഫിൽറ്റർ അല്ല. ഫിൽറ്റർ ആയി കിടക്കുമ്പോൾ ഉള്ള പിക്ചർ അതിൻ്റെ ഇമേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ അത് ഫിൽറ്റേർഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ ഫുള്ള് ഇവിടെ കാണുന്നില്ലല്ലോ, ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് കൺഫ്യൂഷൻ വേണ്ട. ഇങ്ങനെ കാണുന്നത് അത് ഫിൽറ്റർ ആയിട്ടുള്ള ഡാറ്റയാണ്. അത് റിമൂവ് ചെയ്തിട്ട് ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡാറ്റയും കാണാൻ കഴിയും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു പിവോട്ട് ടേബിളിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇന്നിവിടെ ഫിനിഷ് ചെയ്യുന്നു. ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളിതിൻ്റെ എക്സൽ ഫയൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഈ 10,000 ഡാറ്റ ഉള്ള ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അവിടെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ നിന്നും ഈ എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.